Good morning to all. Teacher എടുക്കാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ് കേട്ടോ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ്. നമ്മുടെ ഇംഗ്ലീഷ് ചാപ്റ്റർ ഏതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? റിയാസ് ഡേ അറ്റ് സ്കൂൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? നമ്മൾ ചാപ്റ്റർ പഠിച്ചു. പിന്നീട് എന്താണ് ആ ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്ത് നമുക്ക് എന്തുണ്ടായിരുന്നു? ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ആൻസറിലെ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ അല്ലേ? ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി നിങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ തരാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യനും ആൻസറും ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ കണ്ടതിന് ശേഷം നോട്ട്സ് എഴുതിയെടുക്കുക കേട്ടോ. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. Who was her best friend? അല്ലേ? നമ്മൾ പറഞ്ഞു റിയയ്ക്ക് ബെസ്റ്റ് ഫ്രണ്ട്. ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ അവൾക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്നാണ് റിയ നമ്മളോട് പറഞ്ഞത്? ആര്യ. ആരാണ്? ആര്യ അല്ലേ? ആര്യ വാസ് ഹർ ബെസ്റ്റ് ഫ്രണ്ട്. ആരാണ്? ആര്യ അല്ലേ? എന്താ പറഞ്ഞാൽ നിങ്ങൾ? ആര്യ വാസ് ഹർ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ എന്താണ്? ആര്യ എന്നുള്ള പേര് മാത്രം പഠിച്ചാൽ മതി. ബാക്കി നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടക്കണം കേട്ടോ. ആര്യ വാസ് ഹർ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മള് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യനല്ലേ എന്നൊക്കെ പഠിക്കാനായിട്ട് തന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ തരുന്നുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കി പറഞ്ഞെല്ലാവരും. ഹു വാസ് ഹർ ബെസ്റ്റ് ഫ്രണ്ട്? ക്വസ്റ്റ്യൻ എന്താ നമ്മൾ വായിച്ചേ? ഹു വാസ് ഹർ ബെസ്റ്റ് ഫ്രണ്ട്? ആരാണ് റിയയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് നമുക്ക് പറഞ്ഞത് നമുക്ക് ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾ റീഡ് ചെയ്തു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഓരോ ഭാഗവും നിങ്ങൾക്ക് അറിയാതെ എന്താണ് അല്ലേ? ആദ്യം നമ്മൾ സ്കൂൾ ബസ്സിൽ അവൾ കയറിയതിനു ശേഷം സ്കൂൾ ബസ്സിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? സ്കൂൾ ബസ്സിൽ അവളുടെ ഫ്രണ്ട് ആരാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് അവൾ എവിടേക്ക് എത്തി? അവളുടെ ക്ലാസ്സിലേക്ക് എത്തി. ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ അവളെ കണ്ടത് ആരെയാണ്? അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. അവളുടെ ഫ്രണ്ട്സിനെ കണ്ടു. പിന്നീട് എന്താണ്? ആ കൂട്ടത്തിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ആര്യയും കണ്ടു എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ആരാണ്? ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ആരാണ്? ആര്യ. പറഞ്ഞാലും ആര്യ വാസ് ഹർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞേ. ആര്യ വാസ് ഹർ ബെസ്റ്റ് ഫ്രണ്ട്. ക്വസ്റ്റ്യൻ റീഡ് ചെയ്തേ. ഇതിന്റെ കൂടെ റീഡ് ചെയ്തേ. ഹു വാസ് ഹർ ബെസ്റ്റ് ഫ്രണ്ട് എന്നോട് റീഡ് ചെയ്തേ. ഹു വാസ് ഹർ ബെസ്റ്റ് ഫ്രണ്ട്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? പറഞ്ഞേ. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? അവളുടെ ക്ലാസ്സിലെ ഏറ്റവും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ആരാണ്? ആര്യയാണ് അല്ലേ? അപ്പൊ എങ്ങനെ പറയാം? ആൻസർ പറഞ്ഞേ. ആര്യ വാസ് ഹർ ബെസ്റ്റ് ഫ്രണ്ട്. അതുകൊണ്ട് പറഞ്ഞേ. ആര്യ വാസ് ഹർ ബെസ്റ്റ് ഫ്രണ്ട്. എന്നോട് പറഞ്ഞ ആൻസർ ആര്യ വാസ് ഹർ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പൊ എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യനോട് നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതണം കേട്ടോ. എഴുതി പഠിക്കണം. എളുപ്പമാണല്ലോ പഠിക്കാനായിട്ട്. ആര്യ എന്ന് പറയുന്നൊരു അവരോട് മാത്രം പഠിച്ചാൽ മതി. ബാക്കി എന്തുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ എന്ത് പറഞ്ഞാൽ മതി? ആര്യ വാസ് ഹർ ബെസ്റ്റ് ഫ്രണ്ട്. ആരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആര്യ എന്ന് പറയുന്നത്? നമ്മുടെ റിയയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആരെന്ന് പറയുന്നത്? ആര്യ എന്ന് പറയുന്നത്. ഓക്കെ, പേജ് നമ്പർ 24 എടുത്തേ. കണ്ടോ? ഈ ഒരു പോർഷൻ കണ്ടോ? എടുത്തോ എല്ലാവരും. അതായത് ക്വസ്റ്റ്യൻ ടീച്ചർ വായിച്ചു തരാം. Read the lesson and number the sequence of the events of the story. The first one has been done for you. അല്ലേ? അതായത് നമ്മുടെ ടെക്സ്റ്റില് നമ്മൾ ആ ചാപ്റ്റർ വായിച്ചു. റിയയുടെ ആ സ്റ്റോറി നമ്മൾ വായിച്ചു അല്ലേ? അപ്പൊ നമുക്കറിയാം ആദ്യം എന്താണ് അല്ലെ? അതിനുശേഷം നടന്ന കാര്യങ്ങൾ ഒരു ഓർഡർ അനുസരിച്ച് നമുക്കറിയാം അല്ലേ? എന്താണ്? തലേന്ന് എന്താണ് പിറ്റേ സ്കൂളിൽ പോകുന്നതിനെ കുറിച്ച് അവൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഉറങ്ങാൻ പറ്റിയില്ല അല്ലേ? അതിനുശേഷം അവൾ രാവിലെ എഴുന്നേറ്റു. കറക്റ്റ് ടൈമിൽ തന്നെ റെഡിയായി സ്കൂൾ ബസ് കാത്തു നിന്നു. സ്കൂൾ ബസ്സിൽ അവളുടെ സ്കൂൾ ബസ്സിലെ ഫ്രണ്ടായ ടിയെ കണ്ടു. അതിനുശേഷം അവള് ക്ലാസ്സിലേക്ക് എത്തി. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് എന്താണ് ആദ്യം ഏതാണ് പിന്നീട് ഏതാണെന്നുള്ളത് നമുക്ക് ടെക്സ്റ്റ് നിങ്ങൾ റീഡ് ചെയ്തു. ടീച്ചർ പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് റീഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം. ഓരോ സീക്വൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ കണ്ടോ? നാലാമത്തെ കണ്ടോ? ഇറ്റ് വാസ് ദ ടൈം ടു ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ സെന്റൻസ് അല്ലേ? അപ്പൊ അതെന്ത് ചെയ്യാം? അവരവിടെ ഒന്നെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ്? അവൾ സ്കൂളിലേക്ക് പോകാനുള്ള സമയമായി അല്ലേ? ഇറ്റ് വാസ് എ ടൈം ടു ഗോ ബാക്ക് ടു സ്കൂൾ. അത് കഴിഞ്ഞ് എന്തായിരിക്കും സംഭവിച്ചത്? അവൾ എന്ത് ചെയ്തു? സ്കൂൾ ബസ്സിന് വേണ്ടി കാത്തിരുന്നു. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഷീ വാസ് വെയിറ്റിംഗ് ഫോർ ഹർ യെല്ലോ സ്കൂൾ ബസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് അല്ലേ? അവിടെ എന്ന് കൊടുക്കാം? രണ്ടെന്ന് കൊടുക്കാം. ആദ്യം എന്താണ്? അവള് സ്കൂളിലേക്ക് പോകാനുള്ള ടൈമായപ്പോൾ എന്ത് ചെയ്തു?
അവള് സ്കൂൾ ബസ് റെഡി ആയിട്ട് എന്ത് ചെയ്തു? സ്കൂൾ ബസ്സിനായിട്ടുള്ള കാത്തു നിന്നു ഇല്ലേ? പിന്നെ 3 എന്ത് കൊടുക്കാം? സ്കൂൾ ബസ് വന്നു കഴിഞ്ഞിട്ട് എന്താ അടുത്ത സെന്റൻസ് ഏതായിരിക്കും? ഷീ മെറ്റ് ഹർ ബസ് ഫ്രണ്ട് ടിയ. അവിടെ രണ്ടും കൊടുത്തേക്കുന്നുണ്ടോ? അതായത് ഷീ മെറ്റ് ഹർ ബസ് ഫ്രണ്ട് ടിയ. ബസ്സിലെ ഫ്രണ്ടായ ടിയെ അവള് കണ്ടു. അപ്പൊ അവിടെ എന്ത് കൊടുക്കാം? 3 എന്ന് കൊടുക്കാം അല്ലെ? മൂന്നാമത്തെ സെന്റൻസ് നമ്മുടെ ടെക്സ്റ്റിലെ സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ആദ്യം നടന്നത് ഏതാണ്, പിന്നെ നടന്നത് ഏതാണ് അല്ലെ? അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ലെസൺ ലാസ്റ്റ് വരെ നമ്മൾ സംഭവിച്ച കാര്യങ്ങള് കുറച്ച് പോയിന്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇല്ലേ? നമ്മുടെ ടെക്സ്റ്റിലെ കഥയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് ആണ്, കുറച്ച് സെന്റൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ സെന്റൻസ് നിങ്ങൾ റീഡ് ചെയ്തിട്ട് ആദ്യം നടന്നത് ഏതാണ്, അപ്പൊ അവിടെ അത് 1 എന്ന് കൊടുക്കുക. അപ്പൊ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഇറ്റ് വാസ് ടൈം ടു ഗോ ബാക്ക് ടു സ്കൂൾ. എന്താണ്? സ്കൂളിലേക്ക് പോകാനുള്ള സമയമായി. എന്താണ്? സ്കൂളിലേക്ക് പോകാനുള്ള സമയമായി. പിന്നെ അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് എന്തായിരിക്കും? ഷീ വാസ് വെയിറ്റിംഗ് ഫോർ ഹർ യെല്ലോ സ്കൂൾ ബസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് അല്ലേ? അപ്പൊ അവിടെ കൊടുക്കുക. ആ സെന്റൻസിന് 2 എന്ന് കൊടുക്കുക. 1 എന്നുള്ളത് ഏതാണ്? അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് ഏതാണ്? ഷീ വാസ് വെയിറ്റിംഗ് ഫോർ ഹർ യെല്ലോ സ്കൂൾ ബസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് അല്ലേ? സ്കൂൾ ബസ് വന്നു കഴിഞ്ഞ് നെക്സ്റ്റ് എന്തായിരിക്കും അവിടെ? അവിടെ കൊടുത്തിരിക്കുന്നത് ഏതായിരിക്കും ആപ്റ്റ് ആയിട്ട് വരുന്നത് നോക്കണം കേട്ടോ. ആ തന്നിരിക്കുന്ന സെന്റൻസ് എല്ലാം റീഡ് ചെയ്ത് നോക്കിയിട്ട് അതില് ഏറ്റവും റിലേറ്റഡ് ആയിട്ട് അല്ലേ? തന്നിരിക്കുന്ന സെന്റൻസുമായിട്ട് തൊട്ടടുത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണെന്ന് നിങ്ങൾ ആപ്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചത് അതിനനുസരിച്ച് ഓർഡർ ചെയ്ത് വേണം എഴുതാനായിട്ട് അല്ലേ? നമ്മൾ 1, 2 നമ്മൾ കണ്ടുപിടിച്ചു. മൂന്നാമത്തെ സെന്റൻസ് നമ്മൾ ടീച്ചർ പറഞ്ഞു തന്നു. ഏതാണ്? ബസ്സിൽ കയറി ഉടനെ അവൾ ആരെ കണ്ടത്? ഷീ മെറ്റ് ഹർ ബസ് ഫ്രണ്ട് ടിയ അല്ലേ? അവൾ എന്ത് ചെയ്തു? ബസ്സിൽ അവളുടെ ബസ്സിലെ ഫ്രണ്ടായ ടിയെ അവള് കണ്ടു. അത് കഴിഞ്ഞ് എന്താണ്? ക്ലാസ്സിലേക്ക് വന്നു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടോ നോക്കിയേ? നോക്കിയേ 5 എന്ന് കൊടുത്തേക്കുന്നുണ്ടോ? ഇൻ ക്ലാസ് റിയാസ് മെറ്റ് ഹർ അതർ ഫ്രണ്ട്സ് അല്ലേ? ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അവൾ ചെയ്തു പിന്നീട് തന്റെ മറ്റുള്ള ഫ്രണ്ട്സുകളെ അവള് കണ്ടു. അപ്പൊ അവിടെ എന്ത് കൊടുക്കാം? 4 എന്ന് കൊടുക്കാം. അവിടെ എന്ത് കൊടുക്കാം? നാലാമത്തെ സെന്റൻസ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇൻ ക്ലാസ് റിയ മെറ്റ് ഹർ അതർ ഫ്രണ്ട്സിനെ അവള് കണ്ടു. പിന്നീട് നോക്കി പിന്നീട് അടുത്ത കാര്യങ്ങൾ ഏതാണ്? ഏറ്റവും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് നോക്കാം. ദ ടീച്ചർ മേഡ് ദം ഡു സം പസിൽസ് അല്ലേ? ടീച്ചർ വന്നിട്ട് എന്ത് ചെയ്തു? കുറച്ച് പസിൽസ് ചെയ്യാനായിട്ട് കൊടുത്തു. അതാണ് നെക്സ്റ്റ് ആ സെന്റൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത്. ഏതാണ്? ദ ടീച്ചർ മേഡ് ദം ഡു സം പസിൽസ്. അങ്ങനെ എന്ത് ചെയ്യാം? ആ ഒരു കൊടുത്തിരിക്കുന്ന 10 സെന്റൻസ് ഉണ്ട്, അതൊന്ന് ഓർഡറിനാക്കണം കേട്ടോ. അതായത് ആദ്യം സംഭവിച്ചത് ഏതാണ്, പിന്നീട് വന്നത് ഏതാണ്, പിന്നീട് സംഭവിച്ചത് ഏതാണെന്നുള്ള രീതിയിൽ 1 to 10 വരെ നമ്പർ ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് ആ സെന്റൻസുകളൊന്ന് ഓർഡറിലാക്കും. അപ്പൊ ടെക്സ്റ്റ് നിങ്ങൾ ഓൾറെഡി റീഡ് ചെയ്തെന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കഥ അറിയാം. ആദ്യം നമുക്ക് നല്ല രീതിയിൽ ആ സ്റ്റോറി അറിയാം അല്ലേ? അപ്പൊ അതെന്ത് ചെയ്യാം? അതൊന്ന് ബേസ് ചെയ്തുകൊണ്ട് അതിൽ ആദ്യം സംഭവിച്ചത് ഏതാണ്, പിന്നീട് സംഭവിച്ചത് ഏതാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ആ സെന്റൻസ് ഒക്കെ ഒന്ന് റീഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഒന്നാമത്തെ അവിടെ കൊടുത്തിട്ടുണ്ട്. 2, 3, 4 ടീച്ചർ പറഞ്ഞു തന്നു അല്ലേ? രണ്ടാമത്തെ ഏതാണെന്ന് ടീച്ചർ പറഞ്ഞേ? ഷീ വാസ് വെയിറ്റിംഗ് ഫോർ ഹർ യെല്ലോ സ്കൂൾ ബസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. എന്നിട്ട് പിന്നെ പറഞ്ഞു ആരെ കണ്ടുപിടി എന്ന് പറഞ്ഞു? ഷീ മെറ്റ് ഹർ ബസ് ഫ്രണ്ട് ടിയ എന്നുള്ള സെന്റൻസ് 3 എന്ന് എഴുതാൻ പറഞ്ഞു. നാലാമത്തെ സെന്റൻസ് ഏതാണ്? നാലാമത്തെ സെന്റൻസ് ഏതാണ്? അവൾ അവളുടെ ക്ലാസ്സിലേക്ക് വന്നു. എങ്ങനെ പറയാം? ഇൻ ക്ലാസ് റിയ മെറ്റ് ഹർ അതർ ഫ്രണ്ട്സ്. എങ്ങനെ പറയാം? ഇൻ ക്ലാസ് റിയ മെറ്റ് ഹർ അതർ ഫ്രണ്ട്സ് എന്നുള്ളതാണ് നെക്സ്റ്റ് സെന്റൻസ്. അപ്പൊ അതെന്ത് ചെയ്യുക? 4 എന്ന് കൊടുക്കുക. അങ്ങനെ 5, 6, 7, 8 ഒന്നിങ്ങനെ ബാക്കി തുടർന്നുള്ള സെന്റൻസുകൾ എന്ത് ചെയ്യാം? നിങ്ങൾ കണ്ടുപിടിച്ച് അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം കേട്ടോ. ഇംഗ്ലീഷിൽ ഈ 2 ഭാഗമാണ് ടീച്ചർ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യാം? ഓർഡർ ആക്കാനായിട്ടുള്ളത് ടെക്സ്റ്റിൽ മാത്രം ചെയ്താൽ മതി. നോട്ട്ബുക്കിലോട്ട് എഴുതി ഓർഡറിൽ എഴുതണ്ട. ടെക്സ്റ്റിൽ എന്ത് ചെയ്താൽ മതി? അവിടെ ഒന്നാമത്തത് 1 കൊടുത്തേക്കുന്നുണ്ട്. ആ ഒരു ഓർഡറിൽ രണ്ടാമത്തെ ടീച്ചർ പറഞ്ഞു തന്നു, 2 കൊടുക്കുക. മൂന്നാമത്തെ ടീച്ചർ പറഞ്ഞു തന്നു അല്ലേ? 3, 4 ഒക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നമ്പർ മാത്രം ഇട്ടാൽ മതി. ആ ഒരു സൈഡിൽ സ്ഥലം കണ്ടോ? ഇവിടെ 1 ഇട്ടേക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ ടീച്ചർ രണ്ടാമത്തെ ഇതല്ലേ പറഞ്ഞു തന്നത്. അപ്പൊ എന്ത് ചെയ്യുക? അവിടെ ഈ ഒരു സ്ഥലത്ത് 2 ഇടുക. അങ്ങനെ എന്ത് ചെയ്യുക? ഓർഡറിനെ 1 to 10 വരെ നമ്പർ ഇട്ടാൽ മാത്രം മതി. അതെന്ത് ചെയ്താൽ മതി? നിങ്ങൾ ടെക്സ്റ്റിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നോട്ട്ബുക്കിൽ എഴുതേണ്ട എന്താണ്? 1ഉം 2ഉം ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ
നേരത്തെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എന്താ എഴുതുക? ഹു വാസ് ഹർ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ എഴുതാൻ ആര്യ വാസ് ഹർ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള ആൻസർ അവിടെ എഴുതുക. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിന്റെ വർക്കായിട്ട് ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, അത് നന്നായിട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ടീച്ചർ എടുക്കാനായിട്ട് പോകുന്നത് EVS ആണ്. അപ്പൊ എല്ലാവരും EVS എടുത്തേ. EVS ഏത് പാഠമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ഫാമിലിയുടെ പാഠം അല്ലേ. മൈ ഫാമിലി എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ അതിന് നമ്മൾ ടീച്ചർ 2 ക്വസ്റ്റ്യൻ ആൻസർ ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നത്. ഏതൊക്കെയായിരുന്നു? വാട്ട് ഈസ് എ സ്മോൾ ന്യൂക്ലിയർ ഫാമിലി എന്നുള്ളതും വാട്ട് ഈസ് എ ജോയിന്റ് ഫാമിലി എന്നുള്ള 2 ക്വസ്റ്റ്യൻ ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തരാൻ പോകുന്നത് വാട്ട് ഈസ് എ ബിഗ് ന്യൂക്ലിയർ ഫാമിലി എന്താണെന്നാണ് ടീച്ചർ തരാനായിട്ട് പോകുന്നത്. അപ്പൊ ടീച്ചർ ഫാമിലി എന്ന് പറയുന്ന പാഠത്തില് 2 ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? വാട്ട് ഈസ് എ സ്മോൾ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ വാട്ട് ഈസ് എ ജോയിന്റ് ഫാമിലി എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ തന്നിട്ടുണ്ട് അല്ലേ. ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതിനുശേഷം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഏതാണ്? വാട്ട് ഈസ് എ ബിഗ് ന്യൂക്ലിയർ ഫാമിലി എന്നുള്ള ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിന്റെ ആൻസർ ടീച്ചർ ഇപ്പം ബോർഡിൽ എഴുതി തരും, അത് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇംഗ്ലീഷിന്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അതുപോലെ EVSന്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളൂ. ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലേ. അതുപോലെ എന്താണ് ഈ EVSന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെറുതാണ്. 2 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് എന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ട. വളരെ ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ ആയതുകൊണ്ടാണ് ടീച്ചർ 2 ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാനായിട്ട് തരുന്നത് കേട്ടോ. അപ്പം ടീച്ചർ നെക്സ്റ്റ് പഠിപ്പിക്കാൻ പോകുന്നത് എന്താണ്? നമ്മുടെ EVSലെ ചാപ്റ്ററായ മൈ ഫാമിലി എന്ന് പറയുന്ന പാഠത്തിലെ ഏതാണ് ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നതാണ് വാട്ട് ഈസ് എ ബിഗ് ന്യൂക്ലിയർ ഫാമിലി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ ഇനി തരാനായിട്ട്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ടീച്ചർ ഇപ്പൊ പഠിപ്പിക്കുന്നത്. EVSലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? നോക്കി, വാട്ട് ഈസ് എ ബിഗ് ന്യൂക്ലിയർ ഫാമിലി അല്ലേ. എന്താണ് ബിഗ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചേ? വാട്ട് ഈസ് എ ബിഗ് ന്യൂക്ലിയർ ഫാമിലി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്മോൾ ന്യൂക്ലിയർ ഫാമിലി എന്താണ്, ജോയിന്റ് ഫാമിലി എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? വാട്ട് ഈസ് എ ബിഗ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ബിഗ് ന്യൂക്ലിയർ ഫാമിലി. അപ്പൊ എന്താണ് ബിഗ് ന്യൂക്ലിയർ ഫാമിലി എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായത് എന്താണ്? അതായത് മോർ ദാൻ 2 ചിൽഡ്രൻ, അതായത് 2ൽ കൂടുതൽ പേരൻസും പിന്നെ അതുപോലെ എന്താണ് മോർ ദാൻ 2 ചിൽഡ്രൻ മേക്ക് എ ബിഗ് ന്യൂക്ലിയർ ഫാമിലി. അതായത് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? 2ൽ കൂടുതൽ കാണും അല്ലേ. അതായത് 3, 4 കുഞ്ഞുങ്ങളൊക്കെ ചില വീടുകളിൽ കാണാറുണ്ടല്ലേ. അപ്പൊ അത് നമുക്ക് എന്ത് പറയാം? ബിഗ് ന്യൂക്ലിയർ ഫാമിലി എന്ന് നമുക്ക് പറയാം. സ്മോൾ ഫാമിലി ആയിട്ടുള്ള പേരൻസും 1 or 2 ചിൽഡ്രൻ മേക്ക് എ സ്മോൾ ഫാമിലി എന്ന് നമ്മൾ പഠിച്ചു. പേരൻസ് കാണും, അതുപോലെ 2 കുട്ടികളോ അല്ലെ 1 or 2 കുട്ടികളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാം? അതിനെ സ്മോൾ ന്യൂക്ലിയർ ഫാമിലി എന്ന് നമ്മൾ പഠിച്ചു. അതായത് ബിഗ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് പേരൻസ് കാണും, കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? 2ൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അപ്പൊ എന്താണ് നമ്പേഴ്സ് ഒക്കെ എന്താകും? ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 5 അല്ലേ. 4ൽ കൂടുതൽ അംഗങ്ങൾ വന്നാൽ നമുക്ക് എന്ത് പറയാം? അതിനെ ബിഗ് ഫാമിലി എന്ന് നമുക്ക് പറയാം അല്ലേ. ഫാദറും മദറും 2 കുട്ടികളും മാത്രമാണെങ്കിൽ എന്താണ് 4 പേരെ കാണുള്ളൂ അല്ലേ. 4ൽ കൂടുതൽ വന്നാൽ നമ്മൾ എന്ത് പറയും? അതിനെ ബിഗ് ന്യൂക്ലിയർ ഫാമിലി എന്ന് നമ്മൾ പറയും. ഒന്നേ അത് ഗ്രാൻഡ് പേരൻസ് ആകാം, അല്ലെങ്കിൽ എന്താ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് 2ൽ കൂടുതൽ ആകാം അല്ലേ. നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ അനുസരിച്ചാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എന്താണ് ബിഗ് ഫാമിലി എന്ന് വെച്ചാൽ എങ്ങനെ പറയാം? അതായത് പേരൻസ് ആൻഡ് മോർ ദാൻ 2 ചിൽഡ്രൻ മേക്ക് എ ബിഗ് ന്യൂക്ലിയർ ഫാമിലി. എന്നോട് പറഞ്ഞേ, parents and more than 2 children make a big nuclear family. അതായത് പേരൻസും അതുപോലെ എന്താണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് more than 2 children അല്ലേ. 2 കുട്ടികൾ കൂടുതൽ ഉണ്ടായാൽ നമുക്ക് എന്ത് പറയാം? 2 കുട്ടികൾ കൂടുതലാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ബിഗ് ന്യൂക്ലിയർ ഫാമിലി എന്ന് നമുക്ക് പറയാം. ആൻസർ പറഞ്ഞ എന്താണ് ബിഗ് ന്യൂക്ലിയർ ഫാമിലി എന്ന് വെച്ചാൽ പേരൻസ് ആൻഡ് മോർ ദാൻ 2 children make a big nuclear family. എന്നോട് പറഞ്ഞേ, and more than 2 children make a big nuclear family. എന്നോട് പറഞ്ഞേ, ആൻസർ പറഞ്ഞേ. അതായത് എന്താണ് ബിഗ് ന്യൂക്ലിയർ ഫാമിലി എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ബിഗ് ന്യൂക്ലിയർ ഫാമിലി എന്ന് വെച്ചാൽ parents and പറഞ്ഞേ, parents and more than 2 children make a parents and more than
nuclear family. ഒന്നുകൂടെ പറഞ്ഞേ, parents and more than 2 children make a big nuclear family. നിങ്ങൾ ടീച്ചറിന്റെ കൂടെ പറഞ്ഞ് പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും പിന്നെ പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ടീച്ചർ ഒരുപാട് തവണ ഇങ്ങനെ വായിച്ചത് ഒന്നുകൂടെ വായിച്ച് parents and more than children. നോട്ട് റീഡ് ചെയ്തേ, parents and more than 2 children make a big nuclear family. നോട്ട് റീഡ് ചെയ്തേ, parents and more than 2 children make a big nuclear family. ഒന്നുകൂടെ റീഡ് ചെയ്തേ, parents and more than 2 children make a big nuclear family. അതായത് പേരൻസും എന്താണ് രണ്ടിൽ കൂടുതൽ കുട്ടികളും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഫാമിലി നമുക്ക് ബിഗ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയാം. ഫ്രാൻസിൽ അങ്ങനെ പറയും, പേരൻസ് ആൻഡ് മോർ ദാൻ 2 children make a big nuclear family. Parents and more than 2 children make a big nuclear family. Question what is a big nuclear family എന്നാണ് question. Answer പറഞ്ഞേ, parents and more than 2 children make a big nuclear family. എന്നോട് പറഞ്ഞേ, parents and more than 2 children make a big nuclear family. എളുപ്പമല്ലേ? ഇപ്പൊ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യനും ചെറുതാണ്, അതുപോലെ എന്താണ് EVSന്റെ ഈ ക്വസ്റ്റ്യനും എളുപ്പമാണ് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ അത് രണ്ടും നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് EVSന്റെ ടെക്സ്റ്റ് വർക്ക് എന്ന് പറയാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നെക്സ്റ്റ് പേജ്, അതായത് 163 ഈ ഒരു പേജ് കണ്ടോ, കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ടീച്ചർ ഇപ്പൊ പറഞ്ഞുതരാം. കണ്ടോ, പിക്ചേഴ്സ് ഒക്കെ കണ്ടോ എല്ലാവരും? അപ്പൊ അവിടെ നോക്കി, അതായത് റൈറ്റ് M for what your mother does, F for what your father does and M bar F എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഫാദറും മദറും എന്തൊക്കെയാണ് ചെയ്യുന്നത് കാര്യങ്ങളാണ്. അതായത് M bar F എന്ന് കൊടുത്തേക്കുന്നത് for what both of them do അല്ലേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തേക്കുന്നുണ്ടോ? അതായത് M എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടില് അമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അമ്മമാര് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ M എന്ന് കൊടുക്കുക. അവിടെ ബോക്സ് കൊടുത്തിട്ട് പിക്ചർ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അവിടെ തൊട്ട് താഴെയായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ എല്ലാവരും? അവിടെ എന്ത് ചെയ്യുക, M എന്ന് കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, മദർ അല്ലെ, അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ ജോലികളുണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ M എന്ന് കൊടുക്കുക. കുക്ക് ചെയ്യുക അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുകയാണ് നമ്മുടെ വീട്ടില് അമ്മമാരാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് കൊടുക്കുക, ബോക്സിൽ എന്ത് കൊടുക്കുക, M എന്ന് കൊടുക്കുക. അതുപോലെ നമ്മുടെ വീട്ടില് അച്ഛൻ അല്ലേ, നമ്മുടെ ഫാദർ ചെയ്യുന്ന കാര്യങ്ങള് എന്ത് ചെയ്യാം, ഏതാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതെന്ത് ചെയ്യുക, ബോക്സിൽ എന്ത് കൊടുക്കുക, F എന്ന് കൊടുക്കുക. ആ ബോക്സിൽ എന്ത് കൊടുക്കുക, ഫാദർ ചെയ്യുന്ന ജോലികളാണെങ്കിൽ എന്ത് കൊടുക്കുക, F എന്ന് കൊടുക്കുക. പിന്നെ എന്തൊക്കെ ചില കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ അമ്മയും അല്ലേ അച്ഛനും അല്ലേ ഫാദറും മദറും എന്ത് ചെയ്യുന്നുണ്ട്, ചേർന്നാണ് ചെയ്യാറുള്ളത് അല്ലേ. ഫാദറും മദറും കൂടെ ചേർന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ജോലികൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ എന്ത് കൊടുക്കുക, M bar F എന്നവിടെ കൊടുക്കുക കേട്ടോ. അമ്മയും അച്ഛനും അല്ലേ, മദറും ഫാദറും കൂടെ ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ കൊടുക്കുക. അല്ല എന്താ, അമ്മ മാത്രം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ M എന്ന് കൊടുക്കുക. ഫാദർ മാത്രം ചെയ്യുന്ന ജോലികൾക്ക് അവിടെ F എന്ന് കൊടുക്കുക. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്തിട്ട് ആ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഫസ്റ്റ് ലെറ്റർ അമ്മമാരാണെങ്കിൽ അല്ലേ, മദർ ആണെങ്കിൽ M എന്ന് കൊടുക്കുക, ഫാദർ ആണെങ്കിൽ F എന്ന് കൊടുക്കുക. രണ്ടുപേരും കൂടെ ആണെങ്കിൽ എന്ത് കൊടുക്കുക, M bar F എന്നുള്ള സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലെറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് അവിടെ എടുത്ത് എഴുതിയാൽ മാത്രം മതി. അത് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ടീച്ചറിന് ആ ഒരു ഭാഗം ഒന്ന് ഫോട്ടോ എടുത്ത് ടീച്ചറിന് അയച്ചു തരണം കേട്ടോ. ആ ഒരു ഹോംവർക്കായിട്ട് അത് ചെയ്യണം. ഞാൻ നെക്സ്റ്റ് പേജ് എടുത്ത്, അതായത് പേജ് നമ്പർ 164. നെക്സ്റ്റ് പേജ് എടുത്തോ കേട്ടോ. നമ്മള് പറഞ്ഞ ടീച്ചർ ഏതാണ്, ഈ ഒരു ഭാഗമാണ് നമ്മൾ ഹോംവർക്കായിട്ട് പറഞ്ഞത്. ഇനി അത് നെക്സ്റ്റ് പേജ് എടുക്കുക. അവിടെ എന്താണ്, ഫില്ലപ്പ് ആണ്, അതായത് ചോയ്സ് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എടുത്ത് എഴുതിയാൽ മതി. 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ അല്ലേ. അപ്പൊ നമുക്കത് ചെയ്യാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A small family has dash children. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണ്? A small family has dash children. സ്മോൾ ഫാമിലിയിൽ എത്ര കുട്ടികളാണെന്ന് ടീച്ചർ പറഞ്ഞേ? 1 or 2 children. അല്ലേ? സ്മോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 or 2 children. അവിടെ ആൻസേഴ്സ് കൊടുത്തിട്ടുള്ളത് 1 or 2 children, 3 or 4 children എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 5 or 6 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിലേതാ? ഓപ്ഷൻ എ ആണ്. 1 or 2 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ എന്ത് ചെയ്യാം? ആ 1 or 2 എന്നുള്ളതൊന്ന് ടിക്ക് ചെയ്ത് എന്ത് ചെയ്യാം? അവിടെ ഫില്ല് ചെയ്യാം കേട്ടോ. ആ ഒരു ഡാഷ് കിടക്കുന്നുണ്ടോ? കുത്തൂത്തായിട്ട് കിടക്കുന്നുണ്ടോ? അവിടെ എന്ത് ചെയ്യാം? 1 or 2 children എന്ന് കൊടുക്കുക. അപ്പൊ അവിടെ എങ്ങനെ വരും? A small family has a 1 or 2 children എന്ന് വരും. അപ്പൊ സ്മാൾ ഫാമിലിയിൽ നമുക്കറിയാം എത്ര കുട്ടികളെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞേ? ആ 1 or 2 കുട്ടികൾ അല്ലേ? അപ്പൊ എങ്ങനെ പറയാം? A small family has 1 or 2 children. അപ്പൊ എന്ത് ചെയ്യാം? 1 or 2 എന്നുള്ളത് ആൻസർ അവിടെ ടിക്ക് ചെയ്യുക. അതുപോലെ ആ ഫില്ല് ചെയ്യേണ്ട പ്ലേസിൽ 1 or 2 എന്നുള്ളത് എടുത്ത് എഴുതുക. ചെയ്തല്ലോ? നെക്സ്റ്റ് നോക്കിയേ. A joint family is a joint family എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഗ് ഫാമിലി ആണോ, സ്മോൾ ഫാമിലി ആണോ, ന്യൂക്ലിയർ ഫാമിലി ആണോ? ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്, ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ സെറ്റ് ഓഫ് പേരൻസ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അതായത് പേരൻസ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പേരൻസ് കാണും. അതേസമയം സ്മോൾ ഫാമിലിയിലും ന്യൂക്ലിയർ ഫാമിലിയുടെ പ്രത്യേകത എന്താണ്? അവിടെ പേരൻസ് എന്ന് പറയുന്നത് എത്ര കാണത്തുള്ളൂ? വൺ സെറ്റ് ഓഫ് പേരൻസേ കാണത്തുള്ളൂ അല്ലേ? ഒരു ഫാദർ ഒരു മദറെ കാണുള്ളൂ. സ്മോൾ ഫാമിലിയിലാണെങ്കിലും ന്യൂക്ലിയർ ഫാമിലിയിലാണെങ്കിലും പ്രത്യേകത എന്താണ്? അവിടെ പേരൻസ് എന്ന് പറയുന്നത് വൺ സെറ്റ് ഓഫ് പേരൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ? സ്മോൾ ഫാമിലിയിൽ ഫാദറും മദറെ കാണത്തുള്ളൂ. ന്യൂക്ലിയർ ഫാമിലിയിലാണെങ്കിൽ എന്താണ്? വൺ സെറ്റ് ഓഫ് പേരൻസ്, ഫാദറും മദറും, പിന്നെ കുഞ്ഞുങ്ങളായിരിക്കും കൂടുതൽ അല്ലേ? അപ്പൊ അതായത് നമ്മള് സ്മോൾ ഫാമിലിയിലും ന്യൂക്ലിയർ ഫാമിലി നമ്മള് പഠിച്ചത്. അതേസമയം ബിഗ് ഫാമിലി ആണെങ്കിലോ പിക്ചർ നോക്കിയേ. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കിയേ. അവിടെ പേരൻസ് എന്ന് പറയുന്നത് എന്താണ്? വൺ സെറ്റ് ഓഫ് മോർ ദാൻ വൺ സെറ്റ് ഓഫ് പേരൻസ് അല്ലേ? അതായത് ഗ്രാൻഡ് പേരൻസ് കാണും, അവരുടെ മക്കൾ അല്ലേ? അവരുടെ മക്കള് എന്താണ്? അവരുടെ ഭാര്യമാരല്ലേ, വൈഫ്, അങ്ങനെയുള്ള പാരന്റ്സ് ആയിട്ടുള്ളവർ കാണും, അവരുടെ കുഞ്ഞുങ്ങള്. അപ്പൊ എന്താണ്? വൺ സെറ്റ് ഓഫ് പേരൻസ് നമുക്കല്ലേ, മോർ ദാൻ വൺ സെറ്റ് ഓഫ് പേരൻസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അല്ലേ? അതായത് ഒന്നിൽ കൂടുതൽ പേരൻസ് കാണും. അതുപോലെ എന്താണ്? കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതെന്താണ്? ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിഗ് ഫാമിലിയാണ് നമുക്ക് എന്തെന്ന് പറയാം? ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പം നോക്കി, എ ജോയിന്റ് ഫാമിലി ഈസ് എ ബിഗ് ഫാമിലി എന്നുള്ള ആൻസർ ടിക്ക് ചെയ്യുക. ഓപ്ഷൻ എ ഇല്ലേ? അവിടെ ബിഗ് ഫാമിലി എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതെന്ത് ചെയ്യുക? അവിടെ ടിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഫില്ല് എഴുതാനായിട്ടുള്ള സ്ഥലമില്ല. എ ജോയിന്റ് ഫാമിലി ഈസ് എ ബിഗ് ഫാമിലി എന്ന് ഈ ഒരു ഭാഗത്തായിട്ട് എഴുതുക കേട്ടോ. എഴുതുക. ഇവിടെ എന്ത് ചെയ്യുക? ആൻസർ എ എന്നുള്ളത് ഇവിടെ ടിക്ക് ചെയ്യുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാം. അടുത്ത് നോക്കിയേ, ബി എന്നുള്ള കൊടുത്തിരിക്കുന്ന നോക്കിയേ. റൈറ്റ് ദ നെയിം ഓഫ് യുവർ അല്ലേ? അതായത് നിങ്ങളുടെ പേര് എഴുതുക. അതുപോലെ നിങ്ങളുടെ ഫാദർ നെയിം, മദർ നെയിം, പിന്നെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ ആരെന്ന് വെച്ചാൽ അവരുടെ പേര് എഴുതുക. അങ്കിൾ ആന്റി അവരുണ്ടെങ്കിൽ അവരുടെ പേര് എഴുതുക. അതുപോലെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അതൊന്ന് ജസ്റ്റ് എല്ലാവരും ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങള് പേരുകൾ നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങളുടെ ടെക്സ്റ്റില് ആ ഒരു ബോക്സ് എന്ത് ചെയ്യാം? എല്ലാം ഫില്ല് ചെയ്തിട്ട് ടീച്ചറിന്റെ ഈ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ടെക്സ്റ്റ് വർക്ക് ചെയ്തിട്ട് ടീച്ചറിന് ആ ഫോട്ടോ എടുത്ത് അയച്ചു തരണം. ചിലർ ടെക്സ്റ്റ് വർക്ക് ചെയ്തിട്ട് ഫോട്ടോ അയച്ചു തരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം? ടെക്സ്റ്റ് വർക്ക് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ടീച്ചറിന് അത് എന്ത് ചെയ്യണം? ഫോട്ടോ എടുത്ത് അയച്ചു തരണം. എന്നാൽ നിങ്ങൾ അത് ഫില്ല് ചെയ്തോ എന്നുള്ളത് ടീച്ചറിന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അവിടെ ഫാദർ, മദർ, ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ എന്നുള്ളത്, പിന്നെ അങ്കിൾ ആന്റി, പിന്നെ അതുപോലെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ എന്നുള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് ടീച്ചറിന് അയച്ചു തരിക. നെക്സ്റ്റ് നോക്കി, അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ക്വസ്റ്റ്യൻ ആൻസർ നമ്മളിപ്പോ കണ്ടിന്യൂ ചെയ്ത് പോവാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഒരു ട്രീയുടെ പടം കൊടുത്തേക്കുന്നുണ്ടോ? അവിടെ കുറച്ച് റൗണ്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ട്രീയിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ പേരുകൾ എഴുതി ആ ട്രീ എന്ത് ചെയ്യണം? പൂർത്തിയാക്കാം. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് എന്ത് കൊടുത്താൽ മതി? ഇങ്ങനെ റൗണ്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും റൗണ്ട് ഇടണമെന്നില്ല. ഈ ടെക്സ്റ്റിൽ എത്ര റൗണ്ട് കൊടുത്തേക്കുന്നോ അത്രയും റൗണ്ട് ഇടണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫാമിലി ട്രീ ആയിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ ട്രീ വരച്ചിട്ട് നിങ്ങളുടെ ഫാമിലി ഇപ്പൊ 4 മെമ്പേഴ്സേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? 4 റൗണ്ട് കൊടുത്താൽ മതി. 5 മെമ്പേഴ്സ് ആണെങ്കിൽ 5 കൊടുക്കുക. 5 റൗണ്ട് വരച്ചിട്ട്
ഓരോരുത്തരുടെയും പേര്, അച്ഛൻ്റെ പേര് എഴുതുക, ഫാദറിന്റെ പേര് എഴുതുക, മദറിന്റെ പേര് എഴുതുക, ബ്രദർ സിസ്റ്റർ ഉണ്ടെങ്കിൽ അവരുടെ പേര് എഴുതുക, നിങ്ങളുടെ പേര് എഴുതുക, പിന്നെ ഗ്രാൻഡ് ഫാദേഴ്സ് ഉണ്ടെങ്കിൽ അവർ, ഗ്രാൻഡ് മദറൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേര് എഴുതുക, പിന്നെ അങ്ങനെ എന്താ ആന്റിയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ കോളം ഇട്ട് കൊടുത്തിട്ട് ആർട്ടിന് ജസ്റ്റ് ഒന്ന് നോട്ട്ബുക്കിലോട്ട് കേട്ടോ, അതെന്ത് ചെയ്യണം, നോട്ട്ബുക്കിലോട്ട് ജസ്റ്റ് വലിയ ഭംഗിയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ട്രീ ആയിട്ട് ഇങ്ങനെ വരച്ചിട്ട് ആ ഒരു റൗണ്ട് കൊടുത്ത് നിങ്ങളുടെ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് ആ റൗണ്ട് കൊടുത്ത് അത് ഫില്ല് ചെയ്ത് അതുകൂടെ ടീച്ചറിനെ ചെയ്ത് തരണം കേട്ടോ. അപ്പം അതുകൂടെ ആകുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ ആ ഒരു ഫാമിലി എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞ ആ പാഠവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് വർക്ക് ചെയ്തയക്കുക. ഇനി നമുക്ക് ആ പാഠവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ടീച്ചർ പഠിപ്പിക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസറും കൂടെ ഉള്ളൂ, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഇപ്പം നിങ്ങൾ അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസറും ടെക്സ്റ്റ് വർക്കും നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. അതുപോലെ ഇംഗ്ലീഷും നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ, EVSന്റെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ദ ഫുഡ് വി ഈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ടീച്ചർ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും പേജ് നമ്പർ 166 കണ്ടോ, ഈ ഒരു ചാപ്റ്റർ ആണ് നെക്സ്റ്റ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഫാമിലി എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഇന്നത്തെ ക്ലാസ്സോട് കൂടി പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൂടെ ഉള്ളൂ, നമുക്ക് അപ്പോൾ അതുകൂടെ ആകുമ്പോൾ കംപ്ലീറ്റ് ആവും. പിന്നെ അതുവരെയുള്ള ടെക്സ്റ്റ് വർക്കുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, 5ാമത്തെ പാഠമായ ദ ഫുഡ് വി ഈറ്റ് എന്ന് പറയുന്ന പാഠം നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങിയെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ EVSന്റെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, ദ ഫുഡ് വി ഈറ്റ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ടോപ്പിക്കാണ് എന്ന് പറയുന്നത് ഫുഡ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, കഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ. വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലേ. അപ്പം ഫുഡ് എന്ന് പറയുന്ന പാഠം നിങ്ങൾക്ക് എന്തായാലും കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്. ഫുഡ് വി ഈറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ഓഫ് us need food to stay live അല്ലേ. നമുക്ക് എല്ലാവർക്കും എന്താണ്, ഫുഡ് ആവശ്യമാണ്. ഫുഡ് കഴിക്കാൻ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുമോ, അതായത് ഫുഡ് കഴിക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റുമോ, ഇല്ല അല്ലേ. ഫുഡ് കഴിക്കാൻ ഒരു ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേ നമ്മളെന്താവും, ക്ഷീണമായി പോകും അല്ലേ, ആവശ്യത്തേക്ക് ആയി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഓൾ ഓഫ് us need food to stay live അല്ലേ. നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് എന്താവശ്യമാണ്, ഫുഡ് ആവശ്യമാണ് അല്ലേ. നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്, ഫുഡ് ആവശ്യമാണ്. ഈ ഫുഡ് നമുക്ക് എന്ത് തരുന്നു അല്ലേ. നമ്മൾ പറഞ്ഞു നമുക്ക് ജീവിക്കണമെങ്കിൽ എന്താവശ്യമാണ്, ഫുഡ് വേണമെന്ന് പറഞ്ഞു. ഈ ഫുഡ് കഴിക്കുന്നത് നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് നമ്മൾ അറിയണം അല്ലേ. എന്താ കിട്ടുന്നത്, ഫുഡ് gives us energy to work and play അല്ലേ. നിങ്ങൾക്ക് കളിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എനർജി അല്ലേ. നമുക്ക് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം, നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് അല്ലെ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്, ഫുഡ് ആവശ്യമാണ്. നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ, നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്, ഫുഡ് ആവശ്യമാണ് അല്ലേ. നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്താണ്, ക്ഷീണമാവും അല്ലേ. നമുക്കൊന്നും വർക്കുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് എന്താണ്, നമ്മൾ ജീവിക്കാനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് എന്താവശ്യമാണ്, ഫുഡ് ആവശ്യമാണ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു all of us need to stay live. Food gives us energy to work and play. നിങ്ങൾ കളിക്കണമെങ്കിൽ, ഓടണം ചാടി അങ്ങനെ കളിക്കണമെങ്കിൽ, നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, എഴുതുക പഠിക്കുക അല്ലേ, അങ്ങനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് എന്താവശ്യമാണ്, ഫുഡ് ആവശ്യമാണ്. It helps us to grow. It keeps us healthy and strong. അത് മാത്രമാണോ, നമുക്ക് എനർജി തരുന്നു, നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി തരുന്നു. പിന്നീട് നമ്മൾ വളരാനായിട്ട് അല്ലേ, കുഞ്ഞുങ്ങള് അല്ലേ, അപ്പൊ നിങ്ങൾ വലിയ കുഞ്ഞുങ്ങളായിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങൾ ഫുഡ് കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്തുള്ളൂ, വളരുകയുള്ളൂ അല്ലേ. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിൽ, ഗ്രോ ചെയ്യണമെങ്കിൽ അല്ലേ, നിങ്ങൾ വളരണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങളുടെ വയസ്സിനനുസരിച്ച് നിങ്ങൾ വലിയ കുഞ്ഞുങ്ങളായിട്ട് മാറുകയുള്ളൂ അല്ലേ. നിങ്ങൾ ജനിച്ചപ്പോൾ ഇരുന്ന രീതിയിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് അല്ല. നിങ്ങൾ എന്ത് ചെയ്തു, വളർന്ന്
ഇപ്പൊ നിങ്ങൾ 1ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ഒക്കെ ഒന്ന് വലിയ കുട്ടികളായി അല്ലേ? കുഞ്ഞ് LKG UKG ഇരുന്നാണോ? നിങ്ങൾ ഓരോ വർഷം ചെല്ലുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചേഞ്ച് സംഭവിക്കുകയാണല്ലേ? നിങ്ങൾക്ക് നീളം വെക്കുന്നു അല്ലേ? അതുപോലെ എന്താണ് വണ്ണമൊക്കെ വെക്കാറുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ വരാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി, അതുപോലെ നമുക്ക് ഗ്രോ ചെയ്യാനായിട്ടുള്ള ഒക്കെ എന്താണ് എനർജിയൊക്കെ നമുക്ക് കിട്ടുന്ന ഇതിൽ നിന്നാണ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഹെൽത്തി ആയിട്ടും സ്ട്രോങ് ആയിട്ടും നമ്മൾ നിർത്തുന്നതും ആരാണ്? നമ്മുടെ ഫുഡാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമ്മൾ ഹെൽത്തി ആയിട്ടല്ലേ, മറ്റൊന്ന് നമ്മളിങ്ങനെ ആഹാരമൊക്കെ കഴിക്കാതിരിക്കുക അല്ലേ, ആവശ്യമായ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ അല്ലെ, ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നമുക്ക് രോഗങ്ങളൊക്കെ നമുക്ക് പിടിപെടും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നുണ്ട് വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ അല്ലേ, അങ്ങനെ രോഗപ്രതിരോധ ശേഷി കിട്ടുന്ന ആഹാരങ്ങൾ, എന്താണ് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്ന ആഹാരങ്ങൾ, നമുക്ക് ബുദ്ധിക്കായിട്ടുള്ള ആഹാരം അല്ലേ, അങ്ങനെ എന്താണ് ഓരോ ആഹാരങ്ങൾക്കും എന്താണ് പ്രത്യേകതകളുണ്ട് അല്ലേ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എല്ലാ ആഹാരങ്ങളും നമ്മുടെ ഡെയിലി ഉള്ള ഫുഡിലേക്ക് ഉൾപ്പെടുത്തണം. എല്ലാ തരം എന്താണ് ആഹാരങ്ങളും നമ്മൾ വെജിറ്റബിൾസ് ആണെങ്കിലും അല്ലെ, ഫ്രൂട്ട്സ് ആണെങ്കിലും അതുപോലെ എന്താണ് മീൽസ് ആണെങ്കിലും എന്ത് ചെയ്യണം, എല്ലാം നമ്മൾ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എല്ലാം നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ, ഗ്രോ ചെയ്യണമെങ്കിൽ, എനർജറ്റിക് ആയിട്ട് ഇരിക്കണമെങ്കിൽ അല്ലേ, ഒക്കെ നമ്മൾ എന്താണ് ഇമ്മ്യൂണിറ്റി പവർ അല്ലേ, അതുപോലെയുള്ള പ്രതിരോധ ശക്തികളൊക്കെ കിട്ടണമെങ്കിൽ, ഒക്കെ രോഗങ്ങളൊക്കെ പിടിപെടാതെ ഒക്കെ നമുക്ക് ഇടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ആഹാര കാര്യത്തിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെയുള്ള മറ്റേ പാക്കറ്റിലുള്ള ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം. അത് നമ്മുടെ ബോഡിക്ക് വളരെ അത്യാവശ്യമാണ് കേട്ടോ. രോഗപ്രതിരോധ ശേഷിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്താണ് നല്ല ഫുഡുകൾ ആവശ്യമാണ്. ഇനി നമുക്ക് അവിടെ ഒരു ബ്ലൂ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നോക്കിയേ, അതായത് ജസ്റ്റ് ഒരു റൈൻ പോലെ കൊടുത്തിരിക്കുകയാണ്. Green vegetables and fresh clean fruits, carrot, tomatoes and apple juice. Mummy says eat them all. It makes us healthy, strong and tall. അല്ലേ? അപ്പൊ നമ്മുടെ പേരൻസ് അമ്മമാരൊക്കെ പറയാറുണ്ട് കഴിക്കും പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾ നിർബന്ധിക്കാറുണ്ട് അല്ലേ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വെജിറ്റബിൾസ് അല്ലേ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ മാറ്റി വെക്കാറുണ്ട് അല്ലെ. തോരന് അവിയലൊക്കെ നിങ്ങൾ ചോറിലൊക്കെ തരുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ അതങ്ങ് മാറ്റി വെക്കും അല്ലേ. അപ്പൊ നിങ്ങൾ പേരൻസ് അത് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ളത് നമ്മൾ കഴിക്കേണ്ടേ, അത് കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബുദ്ധി കിട്ടുകയുള്ളൂ അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, കഴിപ്പിക്കാറുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്താണ് എല്ലാ ആഹാരങ്ങളും കഴിക്കണം. അതായത് ഗ്രീൻ വെജിറ്റബിൾസ് കഴിക്കണം, അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കണം. അതൊക്കെയാണ് ആപ്പിള്, പൈനാപ്പിള്, ക്യാരറ്റ് ഇതൊക്കെ കഴിക്കാനായിട്ട് ആര് പറയും? നമ്മുടെ അമ്മമാര് പറയും. ഇതിന് വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഇറ്റ് മേക്ക് us healthy, strong and tall. നമ്മളെ ഹെൽത്തി ആയിട്ടും സ്ട്രോങ് ആയിട്ടും നമ്മള് ടോൾ ആയിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള ഫുഡുകൾ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ അമ്മയൊക്കെ പറയും അല്ലേ ഇതൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിർബന്ധിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് വായിച്ച എല്ലാവരും. ഗ്രീൻ വെജിറ്റബിൾസ് ആൻഡ് ഫ്രഷ് ക്ലീൻ ഫ്രൂട്ട്സ്, carrot, tomatoes and pineapple juice. Mummy says eat them all. മമ്മി പറയാറുണ്ട് എന്താണ് ഇതെല്ലാം കഴിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് it makes us healthy, strong and tall. അല്ലേ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രോങ് ആക്കുന്നു, ഹെൽത്തി ആക്കുന്നു, പിന്നെന്താണ് ടോൾ ആയിട്ട് അല്ലേ നമ്മൾ വളരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഫുഡ് എന്തിനു വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്, നമ്മൾ പഠിച്ചതിന് എന്തിനു വേണ്ടിയിട്ടാണ്? all of us need food to stay live. Food gives us energy to work and play. It helps us to grow. It keeps us healthy and strong. അല്ലേ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ, സ്ട്രോങ് ആയിട്ടിരിക്കാൻ, നമുക്ക് വളരാൻ ആവശ്യമായിട്ട് എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ എന്താണ് ഫുഡാണ്. നമുക്ക് ഫുഡ് എവിടെ നിന്ന് കിട്ടുന്നത്, ഫുഡ് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്, അത് ഉറവിടം, സോഴ്സ് ഓഫ് ഫുഡാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, we get our food from plants and animals. അല്ലേ നമുക്ക് ഫുഡ് കിട്ടുന്നത് എവിടെ നിന്നാണ്? പ്ലാന്റ്സിൽ നിന്ന് കിട്ടാറുണ്ട്, അതുപോലെ തന്നെ എന്താണ് ആനിമൽസിൽ നിന്ന് നമുക്ക് ഫുഡ് കിട്ടാറുണ്ട്. അപ്പൊ എന്തൊക്കെ ഫുഡുകളാണ് പ്ലാന്റ്സ് തരുന്നത്, ഏതൊക്കെ ഫുഡുകളാണ് ആനിമൽസ് തരുന്നത് അറിയാമോ? അപ്പൊ അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കി, ഫുഡ് ഫ്രം പ്ലാന്റ്സ് ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെ ഫുഡുകളാണ് നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞു നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഫുഡ് കിട്ടുന്നത് എവിടെ നിന്നാണ്? പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നുമാണ് നമുക്ക് പ്രധാനമായിട്ട്
പ്രധാനമായിട്ടും ഫുഡ് കിട്ടുന്നത് അല്ലേ. അല്ലാതെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്ലാന്റ്സും ആനിമൽസുമാണ് നമ്മുടെ ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ഫുഡുകളാണ് പ്ലാന്റ്സ് തരുന്നത്, ഏതൊക്കെ ഫുഡുകളാണ് ആനിമൽസ് തരുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ് ദ ഫുഡ് ഫ്രം പ്ലാന്റ്സ്, അതായത് പ്ലാന്റ്സിൽ നിന്ന് ലഭിക്കുന്ന ഫുഡുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, we get many type of food from plants അല്ലേ. നമുക്ക് എന്താണ് പലതരത്തിലുള്ള ഫുഡുകൾ നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് ലഭിക്കാറുണ്ട് അല്ലേ. അതായത് നമ്മൾ എന്താണ് പ്ലാന്റ്സിന്റെ ഇലകളായിട്ട് കഴിക്കാറുണ്ട്, ഇലകൾ കിട്ടാറുണ്ട്, അതുപോലെ ധാന്യങ്ങൾ കിട്ടാറുണ്ട് ഇല്ലേ, അതുപോലെ തന്നെ വേരിലുള്ള ഫുഡുകൾ അല്ലേ, അങ്ങനെയുള്ള ഫുഡുകൾ കിട്ടാറുണ്ട്. അങ്ങനെ നിരവധി പലതരത്തിലുള്ള ഫുഡുകൾ നമുക്ക് ആര് തരുന്നുണ്ട്, ചിലതിന്റെ ഇലകൾ നമ്മൾ എന്താണ് ആഹാരമാക്കാറുണ്ട് അല്ലേ. പല രീതിയിലും നമ്മൾ എന്താണ് പ്ലാന്റ്സ് നമ്മളെ നമുക്ക് ഫുഡ് തരുന്നുണ്ട് അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് പ്ലാന്റ്സ് തരുന്ന ഫുഡുകൾ നമുക്ക് നോക്കാം. We get many type of food from plants. We get grains from plants അല്ലേ. നമുക്കിപ്പോൾ പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് എന്താണ് പലതരത്തിലുള്ള ഫുഡുകൾ നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടാറുണ്ട് അല്ലേ. അതായത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ ധാന്യം, ഗ്രെയിൻസ് അല്ലേ, അങ്ങനെയുള്ള എന്താണ് പിന്നെ ലീഫ്, അങ്ങനെയുള്ള എന്താണ് വെറൈറ്റി ആയിട്ടുള്ള അല്ലേ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് പ്ലാന്റ്സ് തരാറുണ്ട്. അപ്പൊ അതിൽ വി ഗെറ്റ് ഗ്രെയിൻസ് ഫ്രം പ്ലാന്റ്സ് അല്ലേ, ധാന്യങ്ങൾ. അതായത് എക്സാമ്പിൾ ഏതൊക്കെ പറയാം, വീറ്റ്, റൈസ്, കോൺ അല്ലേ പറയാം. ഈ ഇങ്ങനെയുള്ള ധാന്യങ്ങൾ പൾസസിന് നമുക്ക് എന്താണ് നമുക്ക് ആരാണ് തരുന്നത്, പ്ലാന്റ്സ് ആണ് തരുന്നത്. ഇങ്ങനെയുള്ള അതായത് ധാന്യങ്ങളെയാണ് കേട്ടോ, ധാന്യങ്ങളെയാണ് നമ്മൾ എന്ന് പറഞ്ഞ പൾസസ് എന്ന് പറയുന്നത്. നമുക്ക് വീറ്റ് ആകാം, റൈസ്, കോൺ, അങ്ങനെയുള്ള എല്ലാ ധാന്യങ്ങളും ഉൾപ്പെടുന്നതിന് നമ്മൾ പൾസസ് എന്ന് പറയാം. പറയാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ധാന്യങ്ങളെയാണ് നമ്മൾ പൾസസ് എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ആരാണ് പ്ലാന്റ്സ് ആണ് തരുന്നത് അല്ലെ. പ്ലാന്റ്സ് ആണ് നമുക്ക് ഇങ്ങനെയുള്ള അരി, ഗോതമ്പ്, ധാന്യങ്ങള്, അങ്ങനെയുള്ള നമുക്ക് എന്താണ് ധാന്യങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് തരുന്നത് പ്ലാന്റ്സ് ആണ്. അതുപോലെ നോക്കിയേ, വി ഗെറ്റ് മെനി ഫ്രൂട്ട്സ് ഫ്രം പ്ലാന്റ്സ് അല്ലെ. ധാന്യങ്ങൾ മാത്രമാണ് നമുക്ക് തരുന്നത് അല്ല, പിന്നെയോ ഫ്രൂട്ട്സുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ. എക്സാമ്പിൾ ഏതൊക്കെ പറയാം, ബനാന, ആപ്പിള് അല്ലേ, ഓറഞ്ച്, ഗ്രേപ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. അങ്ങനെ ഈ ഫ്രൂട്ട്സുകളെല്ലാം നമുക്ക് തരുന്നതാണ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, പ്ലാന്റ്സിൽ നിന്നാണ് ഇവയൊക്കെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമുക്ക് വി ഗെറ്റ് മെനി വെജിറ്റബിൾസ് ഫ്രം പ്ലാന്റ്സ് അല്ലേ. അതുപോലെ ഫ്രൂട്ട്സും അതുപോലെ പൾസസ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് അല്ല, പിന്നെയോ വെജിറ്റബിൾസ്, ഡിഫറെന്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അല്ലേ. ഇത് തരുന്നത് ഈ ഫുഡ് ഐറ്റംസ് തരുന്ന ആരാണ്, പ്ലാന്റ്സ് ആണ് നമുക്ക് തരുന്നത്. ഏതൊക്കെ ആണ് വെജിറ്റബിൾസിന് എക്സാമ്പിൾ ഏതൊക്കെ പറയാം നമുക്ക്, പൊട്ടറ്റോ, ടൊമാറ്റോ അല്ലേ, പിന്നെന്താണ് കോളിഫ്ലവർ, ക്യാബേജ്, ഇങ്ങനെയുള്ള എല്ലാ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും പൾസസ് ആണെങ്കിലും ഒക്കെ നമുക്ക് തരുന്ന ആരാണ്, പ്ലാന്റ്സ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തില്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് ഈ പ്ലാന്റ്സിനുള്ളത് അല്ലേ. നമുക്ക് ആഹാരം തരുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥാനമാണ് ആർക്കുള്ളത്, ഈ പ്ലാന്റ്സിന് ഉള്ളത്. ഇപ്പൊ പ്ലാന്റ്സ് തരുന്നത് പോലെ നമ്മൾ പറഞ്ഞു നമുക്ക് പ്ലാന്റ്സ് മാത്രമാണ് ഫുഡ് തരുന്നത് അല്ല, പിന്നെ പറഞ്ഞു ആനിമൽസ് നമുക്ക് എന്ത് തരുന്നുണ്ട്, ഫുഡ് തരുന്നുണ്ട് അല്ലേ. ആര് തരുന്നുണ്ട്, ആനിമൽസ് നമുക്ക് ഫുഡ് തരുന്നുണ്ട്. അപ്പൊ ആനിമൽസിൽ നമുക്ക് എന്തൊക്കെ ഫുഡുകളാണ് കിട്ടുന്നത് നോക്കിയേ, അതായത് ഫുഡ് ഫ്രം ആനിമൽസ് അല്ലേ. ആനിമൽസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഫുഡുകളാണ് കിട്ടുന്നത് നോക്കിയേ, അതായത് വി ഗെറ്റ് വെറൈറ്റി ഓഫ് ഫുഡ് ഫ്രം ആനിമൽസ് ടു അല്ലേ. പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് എന്താണ് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് ആനിമൽസിൽ തരുന്നുണ്ട് അല്ലേ. എന്തൊക്കെയായിരിക്കും തരുന്നത് ആനിമൽസ് നോക്കിയേ, വി ഗെറ്റ് എഗ്സ് ഫ്രം ഹെൻസ് ആൻഡ് ഡക്ക് അല്ലേ. അതായത് നമ്മൾ പറയുന്നത് നമ്മൾ ആഹാരത്തില് മുട്ട, പാല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പറയാറുണ്ട് അല്ലേ. അപ്പൊ ഈ മുട്ടയൊക്കെ തരുന്നത് ആരാണ്, ആനിമൽസ് ആണ് അല്ലേ. എക്സാമ്പിൾ ഹെന്ന്, ഡക്ക്, ഇവരൊക്കെയാണ് നമുക്ക് തരുന്നത് മുട്ട തരുന്നത് അല്ലേ. വളരെ എന്താണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് മുട്ടാന്നൊക്കെ പറയുന്നത് അല്ലേ. കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യണം, മുട്ട കഴിക്കണം എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട് അല്ലേ. അല്ലേ. വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരമാണെന്ന് പറയുന്നത് മുട്ട എന്ന് പറയുന്നത്. അപ്പൊ ഇത് തരുന്ന ആരാണ്, നമ്മുടെ ആനിമൽസ് ആണ് നമുക്ക്
ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ തരുന്നത്. എക്സാമ്പിൾ ഹെന്ന്, ഡക്ക് ഒക്കെ അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു വി ഗെറ്റ് വെറൈറ്റി ഓഫ് ഫുഡ് ഫ്രം ആനിമൽസ് ടു. വി ഗെറ്റ് എഗ്സ് ഫ്രം ഹെൻസ് ആൻഡ് ഡക്സ് അല്ലേ. എന്നിൽ നിന്നും ഡക്കിൽ നിന്നും നമുക്ക് ഫുഡ് കിട്ടാറുണ്ട് അല്ലേ. അതുപോലെ പറഞ്ഞു വി ഗെറ്റ് മിൽക്ക് ഫ്രം കൗസ്, ബഫലോസ് ആൻഡ് ഗോഡ്സ് അല്ലേ. പിന്നെ അതുപോലെ നമ്മുടെ ആരോഗ്യത്തിന് വളരുന്നതിന് ഹെൽത്തി ആയിട്ടിരിക്കുന്നതിനൊക്കെ എന്താണ് പാൽ എല്ലാവരുടെയും ഡെയിലി പാല് കുടിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ പാൽ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? കൗവ്, ബഫലോ അല്ലേ, ഗോട്ട് ഇങ്ങനെയുള്ള ആനിമൽസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ മിൽക്ക് തരുന്നത് അല്ലെ. ഇങ്ങനെയുള്ള ആനിമൽസ് ആണ് നമുക്ക് മിൽക്ക് തരുന്നത് അല്ലെ. അതുപോലെ നമുക്ക് മിൽക്ക് ഈസ് യൂസ്ഡ് ടു മേക്ക് കർഡ്, ചീസ്, ബട്ടർ എക്സെട്ര അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസ് ആയ ബട്ടർ അല്ലെ, നെയ്യ്, അതുപോലെ ചീസ് അല്ലെ, മിൽക്ക് കർഡ് അങ്ങനെയുള്ള എന്താണ് തൈര് ഇങ്ങനെയുള്ള നമ്മുടെ ഉൽപ്പന്നങ്ങൾ അല്ലെ, ഇങ്ങനെയുള്ള ആഹാരം നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഇതൊക്കെ നമുക്ക് ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് മിൽക്കിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? കേർഡ്, ചീസ്, ബട്ടർ ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആരാണ് കിട്ടുന്നത്? ആനിമൽസിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഒക്കെ വി ഗെറ്റ് മീറ്റ് ഫ്രം ഹെൻ, ഗോഡ് ആൻഡ് ഫിഷ് അല്ലെ. നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ മീറ്റ് ഇറച്ചിയാണെങ്കിലും അല്ലെ, അതുപോലെ മീൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താറുണ്ട് അല്ലെ. വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രമാണ് നമ്മൾ കഴിക്കുന്നത് അല്ല. മുട്ട, പാല്, ഇറച്ചി ഇല്ലേ, മീന് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആഹാരത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് നമുക്ക് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ആഹാരത്തിൽ നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്ലാന്റ്സും ആനിമൽസും എന്താണ് നമ്മളെ ഒരുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് പറയാം അല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്തിരി ഇവിടം വരെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മീൽസിന്റെയും അതുപോലെ ഗുഡ് ഹാബിറ്റ്സ് അല്ലേ, അതായത് ഫുഡിന്റെ ഗുഡ് ഹാബിറ്റ്സും ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? അത് നമ്മൾ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും എന്താണ് ഫുഡ് ആവശ്യമാണ് അല്ലേ. ഓൾ ഓഫ് us need food to stay live. Food gives us energy to work and play അല്ലേ. നമുക്ക് എനർജി ലഭിക്കുന്നതിനും അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്നതിനും ഒക്കെ നമുക്ക് ഫുഡ് ആവശ്യമാണ്. ഇറ്റ് ഹെൽപ്പ് us to grow. It keeps us healthy and strong അല്ലേ. നമ്മൾ വളരുന്നതിനും നമ്മൾ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു നമ്മൾ പഠിച്ചു. അപ്പൊ ഫുഡ് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പഠിച്ചു ഇല്ലേ. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫുഡ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നു. നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും പ്ലാന്റ്സിൽ നിന്നും അതുപോലെ ആനിമൽസിൽ നിന്നുമാണ് നമുക്ക് ഫുഡ് കിട്ടുന്നതെന്ന് പഠിച്ചു അല്ലേ. അപ്പൊ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഏതൊക്കെയാണ്? അതായത് പൾസസ്, ധാന്യങ്ങൾ അല്ലേ, അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ നമുക്ക് ആരാ തരുന്നത്? പ്ലാന്റ്സ് ആണ് തരുന്നത് അല്ലേ. പൾസസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? റൈസ്, വീറ്റ് അല്ലേ, കോൺ അങ്ങനെയുള്ള ധാന്യങ്ങളെല്ലാം നമുക്ക് പൾസസ് എന്ന് പറയാം. ഇതൊക്കെ നമുക്ക് തരുന്നത് പ്ലാന്റ്സ് ആണ്. അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അല്ലേ. എക്സാമ്പിൾ പറഞ്ഞേ, 2-3 എക്സാമ്പിൾ പറഞ്ഞേ. ടൊമാറ്റോ അല്ലേ, പൊട്ടറ്റോ, ഒനിയൻ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ്. അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ അല്ലേ, ഓറഞ്ച്, ആപ്പിള്, ബനാന അങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് തരുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണെന്ന് പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ആനിമൽസ് നമുക്ക് ഫുഡ് തരുന്ന പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ് ആനിമൽസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആനിമൽസ് നമുക്ക് എന്തൊക്കെ കിട്ടുന്നു? നമ്മൾ പറഞ്ഞു മുട്ട അല്ലേ, എഗ്സ് കിട്ടാറുണ്ട്, മിൽക്ക്, മീറ്റ് അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളായ കേർഡ് അല്ലേ, ചീസ്, ബട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത് ആനിമൽസ് ആണ് നമ്മൾ പഠിച്ചു അല്ലേ. ഹെന്ന്, ഡക്ക് അല്ലേ, ഇതിലൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് മുട്ട തരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഡെയിലി ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് മുട്ട, പാൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ പാൽ തരുന്ന ആരൊക്കെയാണ്? ഗോട്ട്, കൗവ്, ബഫലോ അല്ലേ, ഇവയൊക്കെ നമുക്ക് പാൽ തരുന്ന ആനിമൽസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു മിൽക്ക് ഈസ് യൂസ്ഡ് ടു മേക്ക് എ കേർഡ്, ചീസ് ആൻഡ് ബട്ടർ അല്ലേ, ഇവയൊക്കെ ഉണ്ടാക്കാനായിട്ട് മിൽക്ക് ഉപയോഗിക്കുന്നു എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു വി ഗെറ്റ് മീറ്റ് ഫ്രം ഹെൻ, ഗോട്ട് ആൻഡ് ഫിഷ് അല്ലേ. നമ്മൾ ഫിഷ് മീൻ കൂട്ടാറുണ്ട് അല്ലേ. അതുപോലെ എന്താണ് ഇറച്ചികള് അല്ലെ, അങ്ങനെയുള്ള കാര്യം ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് തരുന്നത് ആനിമൽസിൽ നിന്നാണ്. പിന്നെന്താണ്? അപ്പൊ അതൊക്കെ നമുക്ക് എന്താണ് പ്ലാന്റ്സിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ആനിമൽസ് നമുക്ക് പ്രധാനമായിട്ടും ഫുഡ് തരുന്ന സോഴ്സിൽ ഉൾപ്പെടുന്ന
ആണ് എന്തെന്ന് പറയുന്നത് ഈ പ്ലാന്റ്സും ആനിമൽസും എന്താണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ എന്താണ് നമുക്ക് സോഴ്സ് ഓഫ് ഫുഡില് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സും ആനിമൽസ് എന്ന് പറയുന്നത് ആനിമൽസ് എന്തൊക്കെയാണ് തരുന്നത് അതുപോലെ പ്ലാന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് തരുന്നത് എന്നുള്ളത് നമുക്ക് പഠിച്ചു നെക്സ്റ്റ് നമ്മളുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലെ പഠിക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ എന്ത് ചെയ്യാ ടീച്ചർ പഠിപ്പിച്ച് പേജ് നമ്പർ 166 മുതൽ 167 വരെ എല്ലാവരും എന്ത് ചെയ്യുക റീഡ് ചെയ്യണം കേട്ടോ അപ്പൊ അതൊന്ന് ആ ഒരു പോർഷൻ മനസ്സിലാക്കിയ ശേഷം നമുക്ക് നെക്സ്റ്റ് പോർഷനിലോട്ട് പോകാം ഓക്കെ അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അതുപോലെ EVSന്റെ ക്വസ്റ്റ്യൻസ് ഫാമിലി എന്ന് പറയുന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻസ് അതുപോലെ ടെക്സ്റ്റ് വർക്കുകളും ഇംഗ്ലീഷും ഒക്കെ നന്നായിട്ട് പഠിക്കണം ഓക്കെ താങ്ക് യു